നമസ്കാരം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. എൽദോസിന് വിട നൽകി നാട്. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം സംസ്കരിച്ചു. ചേലാട് കുറുമുറ്റം മാർത്തോമ പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. കോതമംഗലത്ത് ജനരോക്ഷം ശക്തം. ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് നടക്കുന്നു. വന്യമൃഗശല്യത്തിൽ സർക്കാരിന് മുന്നറിയിപ്പുമായി കോതമംഗലം ബിഷപ്പ്. ജനം പൊറുതിമുട്ടിയാൽ പലതും ചെയ്തിരിക്കുമെന്നും ബിഷപ്പ് ജോർജ് മടത്തിക്കണ്ടത്തിൽ. ഇവിടെ വനപാലകർ ഉണ്ട്, ജനപാലകരില്ല. എക്കാലത്തും പ്രതിഷേധം സമാധാനപരമായിരിക്കില്ല. ഇനി ഒരാൾക്ക് ആപത്തുണ്ടായാൽ ഇതായിരിക്കില്ല പ്രതികരണമെന്നും ബിഷപ്പ്. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വെറ്റിലപ്പാറ 14ലാണ് കാട്ടാന ഇറങ്ങിയത്. കൃഷി വ്യാപകമായി നശിപ്പിച്ചു. കുറച്ചു ദിവസങ്ങളായി കാട്ടാനകൾ പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ബംഗളൂരുവിൽ വൻ ലഹരിവേട്ട. 24 കോടി രൂപയുടെ MDMA-യുമായി നൈജീരിയൻ വനിത പിടിയിൽ. 12 കിലോ MDMA-യാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. പിടിയിലായത് ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയെന്ന് പോലീസ്. തുറന്നടിച്ച സ്പീക്കർ. പണ്ടത്തെ കലാകാരന്മാർ സ്നേഹിച്ചിരുന്നത് കലയെ. ഇപ്പോൾ രീതികൾ മാറി. കലയേക്കാൾ പലർക്കും താല്പര്യം പണത്തോട്. സ്റ്റേജിൽ കയറും മുമ്പ് പണത്തെക്കുറിച്ച് ചോദിക്കും. സ്പീക്കറുടെ വിമർശനം തലശ്ശേരിയിലെ പുസ്തക പ്രകാശന ചടങ്ങിൽ. ശബരി റെയിൽ പദ്ധതി 2 ഘട്ടമായി നടപ്പാക്കാമെന്ന് സർക്കാർ. അനുമതിക്ക് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. RBI-യുമായി ചേർന്നുള്ള ത്രികക്ഷി കരാർ വേണ്ടെന്ന് കേരളം. സിംഗിൾ ലൈനുമായി മുന്നോട്ടു പോകും. വികസന ഘട്ടത്തിൽ പാത ഇരട്ടിപ്പിക്കൽ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി. നിർമ്മാണ ചെലവിന്റെ 50% കിഫ്ബി വഴിയാകാമെന്നും കേരളം.